സത്യം പറയടി, ഇതിൽ എന്തോ ഉണ്ട്. എന്റെ മാല എവിടെ? പറയടി. ഞാൻ സത്യം പറയാ. പറയടി. പറയാ. പറയരുത്. പറയടി. പറയാ. മിണ്ടരുത് നിങ്ങൾ. പറയടി. സത്യം പറയടി. എന്താ ഉണ്ടായത്? പറയാതെ. ഞാൻ നിന്റെ മാല മേടിച്ചിട്ട് പോയില്ലേ? പോയപ്പോ തോന്ന് നിക്ക്. ഫോൺ മണി. ഇവിടത്തൊക്കെ അതെ, പോലീസ് സ്റ്റേഷനില. മിണ്ടല്ലേ? അത് എടുക്കേണ്ട കാര്യമില്ലട്ടാ. ഹലോ, കിട്ടിയോ? മാല കിട്ടിയോ? എന്റെ സാറേ, സാർ കൃത്യസമയത്താ വിളിച്ചേ. അല്ലെങ്കിൽ ഇവിടെ ഒരു ടൈം ബോംബ് പൊട്ടിയാലും സാറേ. ഞാനിപ്പോ തന്നെ വന്നേക്കാം. ഓക്കെ. അതെ, മാല കിട്ടി. ഞാൻ പോയി മേടിച്ചിട്ട് വരാം. സമാധാനം ഇല്ലേ നിനക്ക്? ഒരു മിനിറ്റ്. ഇപ്പൊ നിങ്ങൾ സംസാരിച്ചപ്പോ ഒരു ടൈം ബോംബിന്റെ കാര്യം പറഞ്ഞില്ല, എന്തായിരുന്നു അത്? ഒരു ടൈം ബോംബിന്റെ കാര്യം പറഞ്ഞ എന്തായിരുന്നു അത്? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോംബാണല്ലോ. ബോംബിന്റെ ടൈം ശരിയാവുമ്പോ നമ്മുടെ ടൈം മോശമാകുമ്പോഴാണല്ലോ ബോംബ് പൊട്ടുന്നത്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഞാൻ പോട്ടെ. നീ പോവാൻ പറ്റേ? അതെ, മാല വെളുപ്പ് മേടിച്ചോണ്ടും വരും. അവളെ പണയം വെക്കാൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ മുത്തിന്റെ കഴുത്തില് ഈ മാല കിടക്കണാണ് ഞാൻ ജീവിക്കുന്നത്. അവിടെ തന്നെ കിടന്നാ മതി കേട്ടാ. അപ്പൊ ഞാനതൊന്ന് അവളോട് പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ തന്നെ നിന്നോ, അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഓക്കെ? അതെ, ഈ സാധനം മുക്കോണ്ടോന്ന് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. ഈ രഹസ്യം പുറത്താരോട് പറയണ്ട, മരണം വരെ കേട്ടാ. പ്രത്യേകിച്ച് എന്റെ ഭാര്യ ജ്യോതിനോട്. ഓക്കെ? എന്താണ്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങൾ അവളും തമ്മിൽ അവഹിത ബന്ധമുണ്ട്. അയ്യോ എന്റെ ദൈവം, എന്റെ ഭർത്താവ് പഴച്ചു പോയ. നിങ്ങൾ പരിശുദ്ധനല്ല, കന്യാമറിയ. ഞാൻ പറയുന്നത്. അയ്യോ എന്റെ ദൈവം. ചേട്ടാ, ഞാൻ നിക്കണോ പോണോ? നീ പോണ്ടേ, നീ ഇങ്ങനെ പുറത്തോ. നീ കരുതുന്നില്ല. ഞാനൊന്ന് പറയട്ടെ, നീ എന്നോടൊന്ന് പൊറുക്ക്. ഓഹോ, അത് ശരി. അപ്പൊ നിങ്ങൾക്ക് അവളുടെ കൂടിയും പൊറുക്കണം, എന്റെ കൂടിയും പൊറുക്കണം അല്ലേ? നീ സമ്മതിക്കണേ, ഞാൻ ഓക്കെയാണ്. നീ നിന്റെ വീട്ടിൽ പോയേ. ഇനി മേലാല് ഇവളുടെ അടുത്ത് ഉള്ള കളിക്കാനായിട്ട് വന്നു കഴിഞ്ഞാല് ആ മാല നിന്റെ കഴുത്തിൽ തന്നെ ഇടുന്നാ മതി. വേറെ ഒരാളുടെ കയ്യിൽ നീ കൊടുക്കരുത്. എന്റെ ദൈവമേ, ഞാൻ രക്ഷോട്ട്.